Hi everyone, welcome to KTU Classroom by Neenu. Today we will discuss the multiple bus organization. നമ്മളൊരു സിംഗിൾ ബസ് പ്രോസസ്സർ ഓർഗനൈസേഷൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് നമ്മൾ മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ ആണ് നോക്കുന്നത്. നമ്മളൊരു സിംഗിൾ ബസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അതിനകത്ത് ഒരു സിംഗിൾ ബസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ ദ ഇൻഫോർമേഷൻ ട്രാൻസ്ഫർ. So, we can transfer only a single information at a time. Simultaneously, നമുക്ക് ഒരു ഡാറ്റ മാത്രമാണ് ആ ഒരു ബസ്സിനകത്ത് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. ഒരു ഔട്ട് ഓപ്പറേഷൻ മാത്രമാണ് ഒരു സിംഗിൾ സ്റ്റെപ്പിനകത്ത് നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കാം. So, what is the problem? The control sequence will be lengthy. Therefore, in order to reduce the length of the control sequence, the commercial processors provide multiple internal paths that allow several data transfers at the same time in parallel. അതായത് നമ്മൾ കൊമേഴ്ഷ്യൽ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള പ്രോസസ്സേഴ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് മൾട്ടിപ്പിൾ ബസ്സസ് അവൈലബിൾ ആയിരിക്കും. സോ വി ക്യാൻ ട്രാൻസ്ഫർ മൾട്ടിപ്പിൾ ഇൻഫർമേഷൻസ് അറ്റ് ദ സെയിം ടൈം. ഒരു സെയിം ക്ലോക്കിനകത്ത് തന്നെ നമുക്ക് നമ്പർ ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ഒരു 3 ബസ് പ്രോസസ്സറിൻ്റെ ഓർഗനൈസേഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഹിയർ യു ക്യാൻ സീ ദ 3 ബസ്സസ്, ബസ് എ, ബസ് ബി ആൻഡ് ബസ് സി. 3 ബസ്സാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്കൊരു രജിസ്റ്റർ ഫയൽ കാണാം. ദിസ് രജിസ്റ്റർ ഫയൽ ഇൻക്ലൂഡ്സ് എ നമ്പർ ഓഫ് രജിസ്റ്റേഴ്സ് and this register file has 3 ports, 2 output ports and 1 input port. ഓക്കെ, അതായത് ഈ ഒരു രജിസ്റ്റർ ഫയലിനകത്ത് നിന്ന് എ ബസ്സിലോട്ടും അതുപോലെ തന്നെ ഈ ഒരു രജിസ്റ്റർ ബസ്സിൽ നിന്ന് ബി ബസ്സിലോട്ടും ഔട്ട്പുട്ട് അവൈലബിൾ ആണ്. ദെൻ ഇൻപുട്ടിംഗ് ഈസ് ഫ്രം ഓൺലി ഫ്രം ദ ബസ് സി. ദറ്റ് ഈസ് ദ രജിസ്റ്റേഴ്സ് ക്യാൻ അക്സെപ്റ്റ് ദ ഇൻപുട്ട് ഫ്രം ദ ബസ് സി. Okay, since there are 2 output ports, the 2 registers can output its data simultaneously to the buses A and B. ഇവിടെ 2 ഔട്ട്പുട്ട് ബസ്സസ് അവൈലബിൾ ആയിട്ടുള്ളതുകൊണ്ട് തന്നെ സെയിം ക്ലോക്ക് സൈക്കിളിനകത്ത് തന്നെ 2 ഡിഫറെൻറ്റ് രജിസ്റ്റേഴ്സിലെ ഡാറ്റ നമുക്ക് ബസ്സസിൽ അവൈലബിൾ ആക്കാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം വി ക്യാൻ ലോഡ് ദ ഡാറ്റ വിച്ച് ഈസ് അവൈലബിൾ ഓൺ ദ ബസ് സി ടു സം അനദർ രജിസ്റ്റർ. ഓക്കെ, അതായത് 3 ഓപ്പറേഷൻസ് സൈമൾട്ടേനിയസ് ആയിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. 2 ഡിഫറെൻറ്റ് രജിസ്റ്റേഴ്സിലെ ഡാറ്റ നമുക്ക് ബസ് എയിലേക്കും ബസ് ബിയിലേക്കും ഔട്ട് ചെയ്യാം. അതുപോലെ തന്നെ ബസ് സിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് അനദർ ഒരു രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യാനും പറ്റും ഇൻ ദ സെയിം ക്ലോക്ക് സൈക്കിൾ. ഓക്കെ, ദെൻ ഇവിടെ ഒരു ALU കാണാം. ദിസ് ALU പെർഫോം ദ അരിതമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ഓൺ ദ 2 ഇൻപുട്ട്സ് എ ആൻഡ് ബി. 2 ഇൻപുട്ടാണ് ഇതിനകത്തുള്ളത്, എ ആൻഡ് ബി. ഇറ്റ് performs the operations on these 2 inputs and produces the result R, and that result will be placed on the bus C. ബസ് സിയിലേക്കാണ് അരിതമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസിൻ്റെ റിസൾട്ട് ലോഡ് ആവുന്നത്. ദെൻ എ ആൻഡ് ബി ഇൻപുട്ട്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദ ബി ഇൻപുട്ട് ഈസ് കണക്റ്റഡ് ടു ദ ബസ് ബി. ഓക്കെ, ബസ് ബിയിലോട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ടുള്ളതാണ് ഒരു ബി ഇൻപുട്ട് എന്ന് പറയുന്നത്. അതായത് ബസ് ബിയിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അവൈലബിൾ ആണ് എങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ ഒരു ബി ഇൻപുട്ടിൽ അവൈലബിൾ ആയിരിക്കും. ദെൻ എ ഇൻപുട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു മൾട്ടിപ്ലക്സർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മൾട്ടിപ്ലക്സറിൻ്റെ ഒരു ഇൻപുട്ട് എ ബസ്സിലോട്ടും ഒരു ഇൻപുട്ട് കോൺസ്റ്റൻറ്റ് നമ്പറുമാണ് വരുന്നത്. ദെൻ വി ക്യാൻ ചൂസ് ഐദർ ദ കോൺസ്റ്റൻറ്റ് 4 ഓർ ദ ഇൻഫർമേഷൻ അവൈലബിൾ ഓൺ ദ ബസ് എ ആൻഡ് ഇറ്റ് ക്യാൻ ബി ലോഡഡ് ടു ദ ALU ഇൻപുട്ട് എ. ഓക്കെ, അതായത് ALUവിൻ്റെ എ ഇൻപുട്ടിനകത്ത് ഐദർ നമുക്ക് കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിട്ടുള്ള 4 ആയിരിക്കും അവൈലബിൾ ആവുന്നത്, അല്ലെങ്കിൽ ബസ് എക്കകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരിക്കും അവൈലബിൾ ആവുന്നത് ഡിപ്പെൻഡിങ് ഓൺ ദ സെലക്ട് ലൈൻ ഓഫ് ദ മൾട്ടിപ്ലക്സർ. ഓക്കെ, ഹിയർ ദർ ഈസ് എ പ്രോഗ്രാം കൗണ്ടർ ആൻഡ് ദ പ്രോഗ്രാം കൗണ്ടർ ക്യാൻ ബി ലോഡഡ് ഫ്രം ദ ബസ് സി. ബസ് സിയിൽ നിന്നുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് പ്രോഗ്രാം കൗണ്ടറിൽ ലോഡ് ചെയ്യാം. ഓൾസോ ദ പ്രോസസർ ക്യാൻ ആക്സസ് ദ കറണ്ട് വാല്യൂ ഓഫ് ദ പ്രോഗ്രാം കൗണ്ടർ ത്രൂ ദിസ് ബസ് ബി. ഓക്കെ, ദെൻ ഇവിടെ ഒരു ഇൻക്രിമെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു എക്സ്ട്രാ ഒരു ഫീച്ചർ കാണാം. ദിസ് ഇൻക്രിമെൻറ്റർ ഈസ് യൂസ്ഡ് ടു ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെൻറ്റ് ദ കണ്ടന്റ് ഓഫ് ദ പ്രോഗ്രാം കൗണ്ടർ ബൈ 4 ഇൻ ഓർഡർ ടു പോയിന്റ് ടു ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, സിംഗിൾ ബസ് ഓർഗനൈസേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന സമയത്ത് പ്രോഗ്രാം കൗണ്ടറിൻ്റെ കണ്ടന്റ് നമ്മൾ എങ്ങനെയാണ് മോഡിഫൈ ചെയ്യുന്നത്? We have to perform an arithmetic operation. We have to add 4 with the current value of the program counter and we will load that modified program counter value into the program counter. അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. പക്ഷേ ഈ ഒരു മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷൻ നോക്കുന്ന സമയത്ത് അവിടെ ഒരു ഇൻക്രിമെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു അഡീഷണൽ ഒരു സർക്യൂട്ട് അവൈലബിൾ ആണ്. ഡ്യൂറിംഗ് ദ ഫെച്ചിങ് ഓഫ് ദ പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ ദിസ് ഇൻക്രിമെൻറ്റ് ദ കണ്ടന്റ് ഓഫ് ദ പ്രോഗ്രാം കൗണ്ടർ ബൈ 4. ഓക്കെ, ദെൻ നമുക്ക് അവിടെ ഒരു എക്സ്ട്രാ ഒരു അഡീഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ട റിക്വയർമെൻറ്റ് വരുന്നില്ല. അതുപോലെ തന്നെ നമുക്കവിടെ YZ ടെമ്പ് അതുപോലെയുള്ള ടെമ്പററി രജിസ്റ്റേഴ്സിൻ്റെ റിക്വയർമെൻറ്റും വരുന്നില്ല. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് കാണാം ഈ ഒരു മൾട്ടിപ്ലക്സറിനകത്ത് സ്റ്റിൽ വി ഹാവ് ആഡഡ് എ ഫീച്ചർ ടു ആഡ് എ കോൺസ്റ്റൻറ്റ് നമ്പർ 4.
അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വി ക്യാൻ യൂട്ടിലൈസ് ദ അഡീഷൻ ബൈ കോൺസ്റ്റന്റ് നമ്പർ 4 to increment the memory address while we are performing load multiple and store multiple instruction. Then here you can see an instruction register and the content of the instruction register is loaded from the bus C. Bus C യിൽ നിന്നാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ ഇൻസ്ട്രക്ഷൻസ് ലോഡ് ചെയ്യുന്നത്. ദെൻ ആ ഒരു ലോഡ് ചെയ്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ ഡീകോഡറിനകത്തേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ദെൻ അതിൻ്റെ ഔട്ട്പുട്ട് പോകുന്നത് ബസ് എയിലോട്ടാണ്. ഓക്കെ, ദെൻ നമുക്കറിയാം ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് ഫെച്ച് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ലോഡ് ദ MAR രജിസ്റ്റർ ബൈ ദ പ്രോഗ്രാം കൗണ്ടർ കണ്ടന്റ്. ദെൻ ദിസ് ഈസ് ദ MAR രജിസ്റ്റർ. MAR രജിസ്റ്ററിൻ്റെ ഇൻപുട്ട് വരുന്നത് ബസ് സിയിൽ നിന്നാണ്. വി ക്യാൻ ലോഡ് ദ MAR രജിസ്റ്റർ ഫ്രം ദ ഇൻഫർമേഷൻ അവൈലബിൾ ഓൺ ദ ബസ് സി. ദെൻ ദിസ് ഈസ് ദ MDR രജിസ്റ്റർ. MDR രജിസ്റ്ററിനകത്ത് 2 ഔട്ട്പുട്ട് പോർട്ട്സും ഒരു ഇൻപുട്ട് പോർട്ടാണുള്ളത്. MDR രജിസ്റ്ററിൻ്റെ ഇൻപുട്ട് പോർട്ട് വരുന്നത് ബസ് സിയിൽ നിന്നാണ്. ദെൻ 2 ഔട്ട്പുട്ട് പോർട്ട്സ് പോകുന്നത് ബസ് എ ആൻഡ് ബസ് ഡിയിലോട്ടാണ്. ദറ്റ് ഈസ് ദ MDR രജിസ്റ്റർ may contain either the instruction or the data and we can transfer the content of the MDR register either to the bus A or bus B. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു മൾട്ടിപ്പിൾ ബസ് ഓർഗനൈസേഷനിൽ പറയാനുള്ളത്. ഇവിടെ രജിസ്റ്റർ ഫയൽ അവൈലബിൾ ആണ്. രജിസ്റ്റർ ഫയലിനകത്ത് നമ്പർ ഓഫ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് അവൈലബിൾ ആയിരിക്കും. 2 ഔട്ട്പുട്ട് പോർട്ട്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 രജിസ്റ്റേഴ്സ് സൈമിൾട്ടേനിയസ് ആയിട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ദർ ഈസ് എ ഇൻപുട്ട് പോർട്ട് ഓൾസോ. സോ at the same time we can input the information which is available on the bus C into some another register. അതായത് സെയിം ക്ലോക്ക് പൾസിനകത്ത് തന്നെ 2 രജിസ്റ്റർ ഔട്ടും ഒരു രജിസ്റ്റർ ഇൻപുട്ട് ഓപ്പറേഷൻ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ദെൻ ഇവിടെ ഒരു ALU ഉണ്ട്. ALU എന്ന് പറയുന്നത് ഇറ്റ് പെർഫോംസ് അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്. 2 ഇൻപുട്ട്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, A ആൻഡ് B. അതിനകത്ത് അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്തതിന് ശേഷം റിസൾട്ട് R എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലോഡഡ് ടു ദ ബസ് C. ദെൻ ഇവിടെ നമുക്കൊരു മൾട്ടിപ്ലക്സർ അവൈലബിൾ ആണ്. മൾട്ടിപ്ലക്സർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു A ഇൻപുട്ട് ഡിസൈഡ് ചെയ്യുന്നത്. A ഇൻപുട്ട് എന്നത് ഇറ്റ് മേ ബി ഐദർ ഫ്രം ദ ബസ് A or a constant value 4. Then the bus B is connected to the B input of the ALU. Then ഇവിടെ ഒരു പ്രോഗ്രാം കൗണ്ടർ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഫെച്ച് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ് ആയിരിക്കും പ്രോഗ്രാം കൗണ്ടറിനകത്ത് അവൈലബിൾ ആവുന്നത്. ദെൻ പ്രോഗ്രാം കൗണ്ടർ ക്യാൻ ബി ലോഡഡ് ഫ്രം ദ ബസ് C ആൻഡ് ദ പ്രോഗ്രാം കൗണ്ടർ കണ്ടന്റ് ക്യാൻ ബി ആക്സസ്ഡ് ബൈ യൂസിങ് ദ ബസ് B. ബസ് ബിക്കകത്തേക്ക് നമുക്ക് പ്രോഗ്രാം കൗണ്ടറിനകത്തുള്ള കണ്ടന്റ്, അതായത് നെക്സ്റ്റ് ഫെച്ച് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് നമുക്ക് ബസ് ബിയിലോട്ട് ലോഡ് ചെയ്യാൻ പറ്റും. ദെൻ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാം കൗണ്ടർ ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെൻറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഇൻക്രിമെൻറ്റ് എന്ന് പറയുന്ന ഒരു സർക്യൂട്ട് അനദർ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇറ്റ് വിൽ ഇൻക്രിമെൻറ്റ് ദ കണ്ടന്റ് ഓഫ് ദ PC by 4 ഓട്ടോമാറ്റിക്കലി. ഓക്കെ, ദെൻ ഇവിടെ MDR രജിസ്റ്റേഴ്സും MAR രജിസ്റ്റേഴ്സും അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഫെച്ച് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് PCക്കകത്ത് അവൈലബിൾ ആയിരിക്കും. വി ഹാവ് ടു ലോഡ് ദാറ്റ് അഡ്രസ് ഇൻ ദ MAR രജിസ്റ്റർ ടു പെർഫോം ദ മെമ്മറി ആക്സസ്. ദെൻ ഹിയർ യു ക്യാൻ സീ ദ MDR രജിസ്റ്റർ ആൻഡ് MAR രജിസ്റ്റർ. If we want to perform a memory access, we have to load the memory address in the MAR register. Then the requested data or information will be available in the MDR register. Here there is a instruction register. നമുക്ക് ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇൻസ്ട്രക്ഷൻ ഈ ഒരു ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലാണ് അവൈലബിൾ ആവുന്നത്. ദെൻ ദാറ്റ് ഇൻസ്ട്രക്ഷൻ വിൽ ബി ഫോർവേഡഡ് ടു ദ ഇൻസ്ട്രക്ഷൻ ഡീകോഡിംഗ് സർക്യൂട്ട്. ദെൻ ദ ഡീകോഡഡ് ഇൻഫർമേഷൻ വിൽ ബി അവൈലബിൾ ടു ദ ബസ് A. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇവിടെ ഒരു ALU എന്ന് പറയുന്ന ഒരു യൂണിറ്റ് മാത്രമാണ് അതിൻ്റെ ഔട്ട്പുട്ട് ബസ്സായിട്ട് ബസ് Cയെ യൂസ് ചെയ്യുന്നത്. അതായത് ALUവിൻ്റെ റിസൾട്ട്സ് എന്ന് പറയുന്നത് ഓൾവേസ് ഇറ്റ് ഈസ് ട്രാൻസ്ഫർ ടു ദ ബസ് C. ദെൻ ദിസ് ബസ് C ഈസ് ആക്ടിങ് ആസ് ദ ഇൻപുട്ട് ബസ് ഫോർ ഓൾ ദ അതർ യൂണിറ്റ്സ്. ഓക്കെ, ബസ് സിയിൽ നിന്നാണ് പ്രോഗ്രാം കൗണ്ടറും രജിസ്റ്റർ ഫയൽസും MDRും MARും അതുപോലെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനും ഇൻപുട്ട് അവൈലബിൾ ആവുന്നത് ബസ് സിയിൽ നിന്നാണ്. ഓക്കെ, ദെൻ ബസ് A ആൻഡ് ബസ് B റിസീവ്സ് ദ ഇൻഫർമേഷൻസ് ഫ്രം ഓൾ അതർ യൂണിറ്റ്സ് എക്സെപ്റ്റ് ALU. ഓക്കെ, പ്രോഗ്രാം കൗണ്ടർ, രജിസ്റ്റർ ഫയൽസ്, ഇൻസ്ട്രക്ഷൻ ഡീകോഡർ, MDR ഏത് യൂണിറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിലും ആ യൂണിറ്റ്സിൽ നിന്നുള്ള ഔട്ട്പുട്ട് റിസീവ് ചെയ്യുന്നത് ബസ് Aയും ബസ് Bയും ആയിരിക്കും. ഓക്കെ, ദെൻ ALU മാത്രമാണ് ബസ് Aയിൽ നിന്നും Bയിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് പ്രോസസ്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. Then based on the informations available on the bus A and bus B, this ALU can perform the arithmetic and logical operations. Okay. Also this ALU can simply transfer one of its input to the bus C. We know that this ALU is connected to the bus A and bus B. So the information which is available at the bus A and B can be transferred to the bus C through this ALU. ബസ് എയിലും ബസ് ബിയിലും അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഈ ഒരു ALU എന്നുള്ളൊരു യൂണിറ്റ് യൂസ് ചെയ്തിട്ട് ബസ് സിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും വിത്തൗട്ട് എനി മോഡിഫിക്കേഷൻ. ഓക്കെ, അതെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്? വി ഹാവ് ടു ജസ്റ്റ് യൂസ് എ കൺട്രോൾ സീക്വൻസ് R ഈസ് ഈക്വൽ ടു A ഓർ R ഈസ് ഈക്വൽ ടു B. R is equal to A എന്നാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ the information which is available on the bus A is transferred to the bus C. Okay, if we have written R is equal to B, then the information which is available on the bus B is transferred to the bus C.
ഓക്കെ, അങ്ങനെ നമുക്ക് ബസ് എയിലും ബിയിലും അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ബസ് സിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ലെറ്റ്സ് സീ ഹൗ ദിസ് അഡീഷൻ ഓപ്പറേഷൻ ഈസ് പെർഫോംഡ് ബൈ യൂസിങ് എ മൾട്ടിപ്പിൾ ബസ് പ്രോസസർ. Consider this instruction: add R4, R5, R. This instruction will perform an addition operation and the source operands are R4 and R5 and the destination operand is R6. അതായത് R4, R5 രജിസ്റ്ററിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള കണ്ടൻസ് ആഡ് ചെയ്തതിന് ശേഷം റിസൾട്ട് R6ലാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ഒരു 3 ബസ് പ്രോസസ്സറിൻ്റെ ഇൻറ്റേർണൽ ഓർഗനൈസേഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. വി നോ ദാറ്റ് ദിസ് പ്രോഗ്രാം കൗണ്ടർ കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ ടു ബി ഫെച്ച്ഡ്. ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുൻപ് ആ ഒരു ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ് ഈ ഒരു പ്രോഗ്രാം കൗണ്ടറിൽ അവൈലബിൾ ആയിരിക്കും. ഫസ്റ്റ് വി ഹാവ് ടു ആക്സസ് ദാറ്റ് അഡ്രസ് ആൻഡ് വി ഹാവ് ടു ലോഡ് ദാറ്റ് അഡ്രസ് ഇൻ ദ MAR രജിസ്റ്റർ. ഓക്കെ, നമുക്ക് ആ ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യണമെങ്കിൽ പ്രോഗ്രാം കൗണ്ടറിൻ്റെ കണ്ടന്റ് ഔട്ട് ചെയ്തിട്ട് MAR രജിസ്റ്ററിൽ ലോഡ് ചെയ്യണം. ഓക്കെ, then the corresponding control signal is PC out. PC out എന്നൊരു സിഗ്നലിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് സംഭവിക്കുന്നുണ്ടായിരിക്കുക? The content of the program counter, that is the address of the instruction to be fetched next, will be available on the bus B. ഓക്കെ, പ്രോഗ്രാം കൗണ്ടറിൻ്റെ ഔട്ട്പുട്ട് പോർട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് ബസ് ബിയിലാണ്. അതുകൊണ്ട് തന്നെ ആ നെക്സ്റ്റ് ഫെച്ച് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ബസ് ബിയിലായിരിക്കും അവൈലബിൾ ആവുന്നത്. ദെൻ വി ഹാവ് ടു ലോഡ് ദിസ് അഡ്രസ് ഇൻ ടു ദ MAR രജിസ്റ്റർ. ഈ ഒരു MAR രജിസ്റ്ററിൻ്റെ ഇൻപുട്ട് പോർട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് ബസ് സിയിലേക്കാണ്. നമുക്കറിയാം നമ്മളുടെ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ബസ് ബിയിലാണ്. പക്ഷേ MAR രജിസ്റ്റർ ഇൻപുട്ട് റിസീവ് ചെയ്യുന്നത് ബസ് സിയിൽ നിന്നാണ്. സോ വി ഹാവ് ടു ട്രാൻസ്ഫർ ദ അഡ്രസ് വിച്ച് ഈസ് അവൈലബിൾ ഓൺ ദ ബസ് B into the bus C. ഈ ഒരു ബസ് ബിയിലാണ് നമുക്ക് നെക്സ്റ്റ് ഫെച്ച് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് ബസ് സിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ് വേണ്ടത്. ഹൗ ക്യാൻ വി ഡു ദിസ്? We can do this with the help of the control signal R is equal to B. Whenever we are writing this signal R is equal to B, the data which is available on the B input of the ALU will be transferred to its ഔട്ട്പുട്ട്. ALUവിൻ്റെ B ഇൻപുട്ട് എവിടേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? ദിസ് B ഇൻപുട്ട് ഈസ് കണക്റ്റഡ് ടു ദ ബസ് B. സോ ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി ഫെച്ച്ഡ് ഈസ് അവൈലബിൾ അറ്റ് ദ B ഇൻപുട്ട് ഓഫ് ദ ALU. നൗ വി ഹാവ് ട്രാൻസ്ഫേർഡ് ദിസ് അഡ്രസ് ഇൻ ടു ദ ഔട്ട്പുട്ട് ഓഫ് ദ ALU, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ദ ബസ് C. അതായത് നമ്മൾ പ്രോഗ്രാം കൗണ്ടറിൻ്റെ കണ്ടന്റ് ബസ് ബിയിലോട്ടാണ് ഔട്ട് ചെയ്തത്. ദെൻ ALU യൂസ് ചെയ്തിട്ട് ആ ഒരു പെർട്ടിക്കുലർ അഡ്രസ് നമ്മൾ ബസ് സിയിലോട്ട് ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നൗ the address of the instruction is available in the bus C. We can load it into the MAR register by using the signal MAR in. Okay, after that the control circuit will issue a read request. ഓക്കെ, അതായത് പ്രോഗ്രാം കൗണ്ടറിനകത്താണ് നമുക്ക് ഈ ഒരു ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ആ ഒരു അഡ്രസ്സ് നമ്മൾ ബസ് ബിയിലേക്ക് ലോഡ് ചെയ്തു. ദെൻ ഇറ്റ് ഈസ് ട്രാൻസ്ഫർ ടു ദ ബസ് ബി ആൻഡ് ലോഡഡ് ടു ദ MAR രജിസ്റ്റർ. ആഫ്റ്റർ ദാറ്റ് ഒരു റീഡ് റിക്വസ്റ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ വി ഹാവ് ടു ഇൻക്രിമെൻറ്റ് ദ പ്രോഗ്രാം കൗണ്ടർ കണ്ടന്റ് ബൈ 4 ഇൻ ഓർഡർ ടു പോയിന്റ് ടു ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനിലേക്ക് പോയിന്റ് ചെയ്യാൻ വേണ്ടി പ്രോഗ്രാം കൗണ്ടറിൻ്റെ കണ്ടന്റ് ഇൻക്രിമെൻറ്റ് ചെയ്യണം. വി ക്യാൻ ഡു ഇറ്റ് ബൈ യൂസിങ് ദിസ് ഇൻക്രിമെൻറ്റ് സർക്യൂട്ട്. ഓക്കെ, എങ്ങനെയാണ് അത് പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കുക? കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺട്രോൾ സിഗ്നൽ എന്താണ്? INC-PC. INC-PC എന്നുള്ളൊരു സിംഗിൾ കൺട്രോൾ സിഗ്നൽ യൂസ് ചെയ്തിട്ട് വി ക്യാൻ ഇൻക്രിമെൻറ്റ് ദ കണ്ടന്റ് ഓഫ് ദ പ്രോഗ്രാം കൗണ്ടർ ബൈ 4. സോ ദർ ഈസ് നോ നീഡ് ഫോർ യൂസിങ് ദ ടെമ്പററി രജിസ്റ്റേഴ്സ് Y and Z. ഓക്കെ, നൗ വി ഹാവ് ടു ആക്സസ് ദ റിക്വസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ. നമ്മളൊരു ഇൻസ്ട്രക്ഷൻ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെമ്മറി റീഡ് റിക്വസ്റ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇൻസ്ട്രക്ഷൻ ആക്സസ് ചെയ്തതിന് ശേഷം ഇറ്റ് വിൽ ബി അവൈലബിൾ ഇൻ ദ MDR രജിസ്റ്റർ. ഓക്കെ, ബട്ട് ദ പ്രോസസർ ഹാസ് ടു വെയിറ്റ് ഫോർ റിസീവിംഗ് ദ MFC സിഗ്നൽ. ആ ഒരു മെമ്മറി ആക്സസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെമ്മറി വിൽ അക്നോളജ് ദ പ്രോസസർ ബൈ സെൻഡിങ് എ MFC സിഗ്നൽ. സോ ദ പ്രോസസർ ഈസ് നൗ വെയിറ്റിംഗ് ഫോർ MFC സിഗ്നൽ. Okay, processor is generated the control signal WMFC. That is, the processor is now waiting for the MFC signal. After receiving the MFC, the processor understood that the requested information is available in the MDR register. ഓക്കെ, നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീഡ് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു റിക്വസ്റ്റ് കംപ്ലീറ്റ് ആയി എങ്കിൽ MFC സിഗ്നൽ അവിടെ റിസീവ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഒരു റിക്വസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ MDR രജിസ്റ്ററിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, നൗ വി ഹാവ് ടു ഔട്ട് ദിസ് MDR രജിസ്റ്റർ ടു ഒബ്റ്റെയിൻ ദ റിക്വസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, MDR രജിസ്റ്റർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് 2 ഔട്ട്പുട്ട് പോർട്ട്സ് അവൈലബിൾ ആണ്. വൺ ഈസ് കണക്റ്റഡ് ടു ദ ബസ് A and the other is connected to the bus B. Okay, either we can out the instruction into the bus A or bus B. Here we are outputting the content of the MDR to the bus B by using the signal MDR out B.
അതായത് നമ്മളിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ഇവിടെ നമ്മൾ ബസ് ബിയിലോട്ടാണ് ലോഡ് ചെയ്യുന്നത്. ദെൻ വി ഹാവ് ടു ലോഡ് ദിസ് ഇൻസ്ട്രക്ഷൻ ഇൻ ടു ദ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. വി നോ ദാറ്റ് ദ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഈസ് റിസീവിംഗ് ഇറ്റ്സ് ഇൻപുട്ട് ഫ്രം ദ ബസ് സി. ബസ് സിയിൽ നിന്നാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഇൻപുട്സ് റിസീവ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ വി ഹാവ് ടു ട്രാൻസ്ഫർ ദ ഇൻസ്ട്രക്ഷൻ വിച്ച് ഈസ് അവൈലബിൾ ഓൺ ദ ബസ് ബി ടു ദ ബസ് സി ത്രൂ ദിസ് ALU ബൈ യൂസിങ് ദ കൺട്രോൾ സിഗ്നൽ R ഈസ് ഈക്വൽ ടു ബി. ഓക്കെ, R ഈസ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന സമയത്ത് ബി ബസ്സിൽ ഒരു ഇൻസ്ട്രക്ഷനാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടത്. ആ ഒരു ഇൻസ്ട്രക്ഷൻ ബസ് സിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ വി വിൽ ലോഡ് ദാറ്റ് ഇൻസ്ട്രക്ഷൻ ഇൻ ടു ദ IR രജിസ്റ്റർ ബൈ യൂസിങ് ദ സിഗ്നൽ IR ഇൻ. ഓക്കെ, IR എന്നൊരു സിഗ്നൽ അവിടെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ഒരു ബസ് സിക്കകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനകത്ത് ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ ഇറ്റ് വിൽ ബി ഗിവൺ ഇൻ ടു ദ ഇൻസ്ട്രക്ഷൻ ഡീകോഡർ. ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഡീകോഡർ എന്താണ് ചെയ്യുന്നുണ്ടായിരിക്കുക? ഇറ്റ് വിൽ ഡീകോഡ് ദ അവൈലബിൾ ഇൻസ്ട്രക്ഷൻ. അതായത് ഈ ഒരു ഇൻസ്ട്രക്ഷനാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനകത്ത് ലോഡ് ആയിട്ടുണ്ടായിരിക്കുക. ദിസ് ഇൻസ്ട്രക്ഷൻ ഡീകോഡർ വിൽ ഡീകോഡ് ദിസ് ഇൻസ്ട്രക്ഷൻ ആൻഡ് സോ ദാറ്റ് ദ പ്രോസസർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് ആൻ അഡീഷൻ ഓപ്പറേഷൻ ആൻഡ് ദ സോഴ്സ് ഓപ്പറൻസ് ആർ R4 and R5 ആൻഡ് ദ റിസൾട്ട് ഷുഡ് ബി സ്റ്റോർഡ് ഇൻ ദ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ R6. Okay, then these first 3 steps are performing instruction fetch operation. Okay, ദെൻ ദ ലാസ്റ്റ് സ്റ്റെപ്പ് കൺസിഡർ ചെയ്യാം. ഈ ഒരു ലാസ്റ്റ് സ്റ്റെപ്പിലാണ് നമ്മൾ ഈ ഒരു അഡീഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ ഫേസ് എന്ന് പറയുന്നത് ഈ ഒരു സിംഗിൾ സ്റ്റെപ്പാണ് വരുന്നത്. നമുക്ക് എന്താണ് ഇവിടെ ചെയ്യേണ്ട ഒരു ഓപ്പറേഷൻ? R4 R5 രണ്ട് രജിസ്റ്റേഴ്സിൻ്റെ കണ്ടൻറ്റ് ആഡ് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസൾട്ട് R6 രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യണം. അത് നമ്മളൊരു സിംഗിൾ സ്റ്റെപ്പിലാണ് എഴുതിയിട്ടുള്ളത്. എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്? വി നോ ദാറ്റ് ദിസ് രജിസ്റ്റർ ഫയൽ ഹാസ് 2 ഔട്ട്പുട്ട് പോർട്ട്സ് ആൻഡ് 1 ഇൻപുട്ട് പോർട്ട്. ഓക്കെ, വി ക്യാൻ ഔട്ട്പുട്ട് 2 register values simultaneously. So we are outing the registers R4 and R5. Here you can see R4 out A and R5 out B. അതായത് R4 രജിസ്റ്ററിലെ കണ്ടൻറ്റ് A ബസ്സിലോട്ടും R5 രജിസ്റ്ററിലെ കണ്ടൻറ്റ് B ബസ്സിലോട്ടും ഔട്ട് ചെയ്യാണ് ചെയ്യുന്നത്. Okay, now the content of R4 is available in the bus A and the content of R5 is available in the bus B. Now we can perform the addition operation after selecting this bus. So the content of this bus B is available at the B input of the ALU. നമ്മൾ ഈ ഒരു ALU യൂസ് ചെയ്തിട്ടാണ് arithmetic and logical operations പെർഫോം ചെയ്യുന്നത്. Now we are going to perform an addition operation. ഈ ഒരു ബസ് ബിയിൽ അവൈലബിൾ ആയിട്ടുള്ള കണ്ടന്റ്, അതായത് രജിസ്റ്റർ R5ലെ കണ്ടന്റ് ഈ ഒരു ALUവിൻ്റെ B ഇൻപുട്ടിൽ അവൈലബിൾ ആണ്. Okay, then bus A is connected to the A input of the ALU through this multiplexer. So we have to select the bus. Okay, using this multiplexer either we can transfer the information which is available on the bus A or a constant value 4 into the input A. Okay, so we have to select this bus A. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സെലക്ട് എ എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു എ ബസ്സിലുള്ള ഒരു ഇൻഫർമേഷൻ ആയിരിക്കും ALUവിൻ്റെ A ഇൻപുട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് ദ ബസ് B ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ദ B input. So the ALU is receiving the informations which is available on the bus A and bus B, that is the content of R4 and R5. Now we are performing the addition operation and that result will be loaded to the bus C. Okay, now we have to load the generated result into the destination register R6 by using the control signal R6 in. Then we will end the process. ഓക്കെ, അതായത് ഈ ഒരു സിംഗിൾ സ്റ്റെപ്പിലാണ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ്റെ കംപ്ലീറ്റ് എക്സിക്യൂഷൻ വരുന്നത്. നമ്മൾ ആദ്യം R4 ആൻഡ് R5 രജിസ്റ്റേഴ്സിൻ്റെ കണ്ടൻറ്റ് ഔട്ട് ചെയ്യുന്നു. ദെൻ വി വിൽ സെലക്ട് ദ ബസ് A ആൻഡ് പെർഫോം ദ അഡീഷൻ ഓപ്പറേഷൻ. ദെൻ ദ റിസൾട്ട് വിൽ ബി ലോഡഡ് ടു ദ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ. Okay, that is using the multiple bus processors we can reduce the length of the control sequence. Okay, thank you.